ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പഴംപൊരി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ചേർക്കാറുണ്ടോ എന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പഴമാണ് വേണ്ടത്. അപ്പം ഒരുപാട് പഴുത്തതും പറ്റില്ല, പച്ചയും പറ്റില്ല. നമ്മൾക്കിനി മിക്സിയിലാണ് മാവൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പോളം ഞാൻ മൈദമാവ് എടുത്തിട്ടുണ്ട് മിക്സിയിലോട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ, മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കാം. ഉപ്പ് 1/4 ടീസ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂണിൽ നിന്ന് പകുതി മതി. അതുപോലെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഏലക്കാപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, നമ്മൾക്ക് ഒരു കുറച്ച് തിക്കായിട്ടായിരിക്കണം നമ്മുടെ പേസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ പേസ്റ്റ് വരേണ്ടത്. ഒരുപാട് ലൂസാവാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പം പഴം മുക്കി കഴിഞ്ഞാൽ അതിനകത്ത് മാവൊന്നും പിടിക്കില്ല. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം നമ്മൾക്ക്. അഥവാ സോഡ ചേർക്കണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഒരു 2 മണിക്കൂർ മുൻപ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. സോഡ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പഴമൊക്കെ നമ്മളത് ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കുകയാണ്. ഒരു പഴത്തിനെ 4ആക്കി മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. നന്നായിട്ട് എണ്ണ ചൂടാകുമ്പം നമ്മുടെ ഈ പഴമൊക്കെ മാവിൽ മുക്കിയതിന് ശേഷം ഇതിലോട്ട് ഇടുകയാണ് ചെയ്യേണ്ടത്. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതവിടെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾക്കിത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മാവൊക്കെ നന്നായിട്ട് ആ മാവിൻ്റെ ആ പുറത്ത് വരുന്നതെല്ലാം അതിലോട്ട് തന്നെ തട്ടിക്കളയണം. അതിന് ശേഷം വേണം നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതെല്ലാം വറുത്തെടുക്കുകയാണ്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഏലക്കപ്പൊടി ചേർത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റും ആണ്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബൈ.